ഹായ് എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. അതിന് ഈസലൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഫഷണലി എങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഇന്ന്. ലെമൺ യെല്ലോ ആദ്യം വാഷ് ചെയ്തെടുത്തു. അതിന് മുന്നായി പേപ്പർ നന്നായി നനച്ചു കൊടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട്. അതിനുശേഷം ലെമൺ യെല്ലോ നന്നായി വാഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വലിയൊരു ബ്രഷ് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് ലെമൺ യെല്ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഫോറസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ തരത്തിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതെല്ലാം ലെമൺ അപ്ലൈ ചെയ്തു. നന്നായി എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. പിന്നെ സാപ്പ് ഗ്രീൻ എടുത്ത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോറസ്റ്റ് ആണല്ലോ, അപ്പോൾ ഗ്രീൻ ഷെയ്ഡാണ് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് തന്നെ സാപ്പ് ഗ്രീൻ ആണ് ആദ്യം വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന കളേഴ്സ് കേക്ക്സ് അല്ല, ട്യൂബ് കളേഴ്സാണ്. ക്യാമലിൻ്റെ തന്നെ വാട്ടർ കളർ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് കളർ വരുന്ന ഭാഗത്ത് വയലറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഡീറ്റെയിലേക്ക് പോകാം. ആദ്യം കുറച്ച് ഗ്രാസൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ഇതിൽ ഞാൻ പെൻസിൽ ഉപയോഗിക്കുന്നതേ ഇല്ല, ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പെയിൻറ്റിങ് വരച്ചെടുക്കുന്നത്. ഈസലിൽ ബോർഡ് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ സാധാരണ പെയിൻറ്റ് ചെയ്യുന്നതിലുപരി ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിതുവരെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര കോൺഫിഡൻസിൽ വരച്ചെടുത്തിട്ടില്ല. ജൈനയുടെ 12 നമ്പർ ബ്രഷാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്പർ 0 ബ്രഷൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതെനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെയ്യാൻ എനിക്കത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി. ഈ 12 നമ്പർ ബ്രഷ് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് എനിക്ക് ഉപയോഗിക്കാൻ സുഖമായിട്ട് തോന്നിയത്. അതാണ്. നമ്മളൊരു മരം വരച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ലൈറ്റ് ഗ്രീൻ വെച്ച് വാഷ് ചെയ്തു, വരഞ്ഞു കൊടുത്തു. പിന്നെ യെല്ലോ ഒക്കെ ചെറുങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ ചെറുതായിട്ട്. പിന്നെ ഗ്രേ കളർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മരത്തിൻ്റെ ശാഖകളൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് ദൂരത്തുള്ള മരങ്ങൾ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത് ഒരു ഡാർക്ക് കളറിലൊരു മരം കൂടിയുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പം തന്നെ ഞാൻ ഫസ്റ്റ് സ്കെച്ച് ചെയ്യുമ്പം തന്നെ വരയ്ക്കുക മരങ്ങളാണ്. എങ്ങനെ പോയാലും ഞാൻ വരയ്ക്കുക മരങ്ങളാണ്. എനിക്ക് മരങ്ങൾ വരയ്ക്കാനാണ് ഏറ്റവും ഇഷ്ടം. പൊതുവെ എല്ലാവരും അങ്ങനെയാണോ എന്തോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മരങ്ങൾ. കാട് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് വരച്ചിട്ടുള്ളതും ഇതേപോലുള്ള ചെറിയ ചെറിയ സീനറീസാണ്. പൊതുവേ നമ്മൾ ഫസ്റ്റ് വരഞ്ഞ് പഠിക്കുന്നത് തന്നെ മരങ്ങൾ ഒക്കെ തന്നെ ആയതുകൊണ്ടായിരിക്കും മരങ്ങൾ വരയ്ക്കാൻ നല്ല കോൺഫിഡൻസ് തോന്നാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ വരച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ കളർ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കളർ സ്പ്രെഡ് ചെയ്യുമ്പം നമുക്ക് അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഫസ്റ്റ് കോട്ടൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈസലിൽ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്രഷ് അധികം എങ്ങനെ ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ട്. ഇതായിരിക്കും പ്രോപ്പറായിട്ടുള്ള നല്ല രീതി എന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതിൽ. കളറ് മിക്സ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ വീണ്ടും വാട്ടർ കളർ കേക്ക്സ് എടുത്തിട്ടുണ്ട്. എമറാൾഡ് ഗ്രീന് എടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് കേക്ക്സ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു ഫോറസ്റ്റ് പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ ഗ്രീൻ കളറാണ് കൂടുതലായി അപ്ലൈ ചെയ്യേണ്ടി വരിക. 3 തരത്തിലുള്ള ഗ്രീൻ ഷെയ്ഡ്സും ഈ ഒരു പെയിൻറ്റിങ്ങിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ കളർ കേക്ക്സിലുള്ള പെയിൻറ്റ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരക്കാഴ്ചയിലുള്ള ഗ്രീനറി കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വാട്ടർ കളർ കേക്ക്സിലുള്ള പെയിൻറ്റിങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡിലൊരു മരം കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വളഞ്ഞിട്ടുള്ളൊരു മരമാണ്. അതിന് ഇലകളൊക്കെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്ന സംഗതി, പൊതുവേ വാട്ടർ കളർ എടുക്കുമ്പോൾ മരങ്ങൾ എനിക്ക് പൊതുവേ വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിലും വാട്ടർ കളറിൽ ഈ ഇലകൾ മാർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര, മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര പേടിയുള്ള സംഗതി. വേറൊന്നുമല്ല, അത് എല്ലാം ഒന്നെങ്കിൽ കളറിങ്ങനെ ഒഴിച്ചതുപോലെ ആയിപ്പോവും. ഒരു പെർഫെക്റ്റ്
ചില ആർട്ടിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാം അവരൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് കാണാൻ. അതുപോലെ വരച്ചെടുക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുങ്ങനെ ഇലകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനും വരയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങിനൊക്കെ കുറേയൊക്കെ ഞാൻ മെയിനായിട്ട് പിന്നെ ഫോക്കസ് ചെയ്ത് വാട്ടർ കളറാണെന്നുള്ളതിലുപരി ഞാൻ അത് അങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിനാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. വാട്ടർ കളർ എന്നുള്ള രീതിയിൽ ഇത് എത്ര സക്സസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു പെയിൻറ്റിങ് നല്ല ആസ്വദിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ. പക്ഷേങ്കിൽ ആ ഒരു മണിക്കൂർ ഞാൻ നന്നായി ആസ്വദിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. ഇപ്പം വാട്ടർ കളറിനോടൊരു കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പേടിയുള്ളൊരു മീഡിയ ആയിരുന്നു വാട്ടർ കളറ്. അതിപ്പോഴേ എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സമാധാനം, ഒരു സന്തോഷമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ. പിന്നെ ഓരോ ടൈമും ഞാൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് വർക്കാണ് വരുന്നത്. പല സ്റ്റൈൽസാണ് വരുന്നത്. എല്ലാവർക്കും പൊതുവേ ഒരു സ്റ്റൈലാണ് മെയിനായിട്ട്. ഒരു ആർട്ടിസ്റ്റിൻ്റെ വരയ്ക്കുന്ന രീതി എന്ന് പറയുന്നത് ഒന്നായിരിക്കും. എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനിത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചെയ്യുന്ന വർക്കിലൊരു ഐഡൻറ്റിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമുക്ക് വർക്ക് കണ്ടാൽ ഇത് ഇന്ന ആർട്ടിസ്റ്റിൻ്റേതാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഞാൻ അങ്ങനെ ഒരുപാട് വർക്കുകൾ എക്സിബിഷൻസിനൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറെ എവിടെന്നെങ്കിലും നമ്മൾ ആ പിക്ചർ കണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ഇന്ന ആർട്ടിസ്റ്റിൻ്റേതാണ് ആ പിക്ചർ എന്നുള്ളത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഇപ്പോഴും അറിയില്ല എൻ്റെ വാട്ടർ കളർ സ്റ്റൈൽ ഏതാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഞാനിപ്പോൾ ഒരു തുടക്കക്കാരിയാണ്, ഒരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. വാട്ടർ കളർ തന്നെ ഞാനിപ്പോൾ ഒരുപാട് സമയം, അതായത് ടൈം ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് വീണ്ടും എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കറക്റ്റ് സ്റ്റൈൽ എന്താണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചെയ്ത് നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈല് കൊണ്ടുവരണം. കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊരു പെയിൻറ്റിങ് ചെയ്തെടുക്കുന്നത്. ദൂരത്തുള്ള കാര്യങ്ങൾ വളരെ ലൈറ്റ് ഷെയ്ഡിലും അടുത്തിരിക്കുന്ന ഭാഗങ്ങൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലാണ് നമ്മൾ വരച്ചെടുക്കുക. അതേപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ദൂരത്തുള്ള മരങ്ങൾ കാണിക്കാൻ വേണ്ടി വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ഭാഗങ്ങൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ പെയിൻറ്റിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.